സാധാരണയായി ഒരു വർഷത്തിന്റെ തുടക്കത്തിലോ അവസാനത്തിലോ വിവിധ സംഘടനകളും വിദഗ്ധരും രാജ്യങ്ങളുടെ ആഗോള റാങ്കിംഗ് പട്ടിക കണ്ടെത്തുന്നതിൽ ഏർപ്പെട്ടു പോരുന്നു. 2025 8 മഹാശക്തികൾ ആരായിരിക്കുമെന്നതിനെക്കുറിച്ച് അത്തരത്തിലുള്ള ഒരു റാങ്കിംഗ് ഇപ്പോൾ പുറത്തിറങ്ങി. ഇവിടെ ഈ റാങ്കിംഗ് നിർണ്ണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സാമ്പത്തിക ശക്തിയും ചലനാത്മകതയും സാമൂഹികവും രാഷ്ട്രീയവുമായ സ്വാധീനം, രാഷ്ട്രീയ സ്ഥിരത, അസംസ്കൃത സൈനിക ശേഷി എന്നിവയാണ്. ഇന്നത്തെ വീഡിയോയിൽ 2025 ലോകത്തിലെ 8 മഹാശക്തികൾ ഏതെല്ലാം രാജ്യങ്ങളാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ആധുനിക അന്തർദേശീയ ബന്ധങ്ങളിലെ സിദ്ധാന്തങ്ങളിൽ ഭൂരിഭാഗവും വൻ ശക്തികൾ അവരുടെ സുരക്ഷ, സമൃദ്ധി, നേട്ടങ്ങൾ എന്നിവയ്ക്കായി അന്താരാഷ്ട്ര രാഷ്ട്രീയ അന്തരീക്ഷത്തെ എങ്ങനെ രൂപപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നതിനെ ഈ പട്ടിക കേന്ദ്രീകരിക്കുന്നു. ഒന്നാമതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. 1918 അമേരിക്കയുടെ സൈനിക ശക്തി അതിവേഗം വികസിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് അതിന്റെ ഭീമാകാരമായ വലിപ്പവും സമ്പദ് വ്യവസ്ഥയുടെ സങ്കീർണതയും പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ലോകത്തിലെ വൻ ശക്തികളുടെ നേതൃസ്ഥാനം അമേരിക്ക ഏറ്റെടുത്തിരുന്നു. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരിക്കൽ പോലും ഒന്നാം സ്ഥാനത്ത് നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രതിരോധ മേഖലകളുണ്ട് എന്ന് മാത്രമല്ല, എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒറ്റ നോട്ടത്തിൽ പര്യവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരേ ഒരു രാജ്യമാണ് അമേരിക്ക നിലവിൽ. പ്രാഥമികമായി അറ്റ്ലാന്റിക് സമുദ്രവുമായുള്ള ബന്ധത്തിലും, അതായത് ബ്രിട്ടൻ, യൂറോപ്പ് എന്നിവയുമായുള്ള ബന്ധത്തിലും, ട്രാൻസ് പസഫിക് ബന്ധത്തിലും, അതായത് ജപ്പാൻ, തായ്വാൻ, ദക്ഷിണ കൊറിയ എന്നിവയുമായുള്ള ബന്ധത്തിലും സ്ഥാപിതമായ അമേരിക്കൻ സഖ്യ സംവിധാനം അമേരിക്കയുടെ സൈനിക സാമ്പത്തിക ശക്തികൾ കടിവരയിടുന്നു. ജനസംഖ്യാശാസ്ത്രപരമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു അനിശ്ചിതമായ ഭാവി അഭിമുഖീകരിക്കുന്നുവെങ്കിലും അതിന്റെ മിക്കവാറും എല്ലാ പ്രധാന എതിരാളികളെക്കാളും മികച്ച സ്ഥാനത്തായി അമേരിക്ക നിലകൊണ്ടുപോരുന്നു. കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു വലിയ അഗാധമായ, സമ്പന്നമായ, ശ്രദ്ധേയമായ, ശക്തമായ ഒരു രാജ്യമായതുകൊണ്ട് മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഭാവിയിൽ മുകളിൽ തന്നെ തുടരാനുള്ള ഒരുക്കങ്ങൾ അവർ നടത്തിപ്പോരുന്നു. രണ്ടാമതായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ലോകശക്തികളുടെ രണ്ടാം റാങ്കിൽ ചൈന ഉറച്ചു നിൽക്കുന്നുവെങ്കിലും ചൈനയുടെ ഉയർച്ചയുടെ അനിവാര്യതയെക്കുറിച്ച് ആശങ്കകളും ഉയർന്നു വരുന്നുണ്ട്. ചൈനയുടെ സാമ്പത്തികവും പ്രത്യേകിച്ച് ജനസംഖ്യാശാസ്ത്രപരവുമായ പാതകൾ കഴിഞ്ഞ ദശകത്തിൽ സമ്മിശ്ര നിഷേധാത്മകമായ പ്രവണതയാണ് കാണിക്കുന്നത് എന്നതുകൊണ്ട് ചൈനീസ് മാതൃകയുടെ കരുത്തിനെപ്പറ്റി ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. 1980കളുടെ തുടക്കം മുതൽ ഫലപ്രദമായി പ്രവർത്തിച്ച കമ്മിറ്റി മാതൃകയ്ക്ക് പകരം ഏകാധിപത്യ ഭരണം വന്നതോടെ ചൈനയുടെ രാഷ്ട്രീയ സംവിധാനം ഒരു നിശബ്ദ വിപ്ലവത്തിന് വിധേയമായി മാറിയിരുന്നു. ഏകാധിപത്യ ഭരണമായതിനാൽ ചൈനയുടെ 100 വർഷ പദ്ധതിയെക്കുറിച്ചുള്ള അതിരുകടന്ന അവകാശവാദങ്ങൾ ചൈനയിലെ രാഷ്ട്രീയ ഉന്നതർ തമ്മിലുള്ള ക്രൂരമായ കലഹങ്ങൾ ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന പ്രവണതകൾക്ക് കാരണമാകുന്നു. ചൈന ഒന്നാന്തരം സൈനിക ശക്തിയായി മാറിയിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. ചൈനയുടെ സാങ്കേതിക വിദ്യകൾ അമേരിക്കയേക്കാൾ പിന്നിലാണെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിടവ് ചുരുങ്ങുകയാണ് എന്നത് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്തിപ്പോരുന്നു. ചൈന അതിന്റെ കരുത്തുറ്റ സാങ്കേതിക സമ്പദ് വ്യവസ്ഥയെ അതിന്റെ പ്രതിരോധ വ്യാവസായിക അടിത്തറയുമായി യോജിപ്പിക്കാൻ കഠിനമായി പ്രയത്നിച്ചത് വലിയ തോതിൽ വിജയിച്ചിരുന്നു. അതോടൊപ്പം 1949 മുതലുള്ള ചൈനയുടെ ഏറ്റവും വലിയ ദൗർബല്യം ഉറച്ച സഖ്യങ്ങളുടെ അഭാവമാണ്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തിപ്പോരുന്നുവെങ്കിലും ചൈനയുടെ അതിർത്തി മാന്തൽ സ്വഭാവം ചൈനയെ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് സത്യം. മൂന്നാമതായി റഷ്യ. മഹത്തായ ലോകശക്തികളുടെ നിരയിൽ റഷ്യയെ തരംതിരിക്കാൻ വളരെ പ്രയാസമാണ്. നെപ്പോളിയൻ യുദ്ധങ്ങൾക്ക് ശേഷം ഒന്നാം നിര ശക്തിയായിരുന്ന റഷ്യ 1920കളിലും 1990കളിലും വിള്ളലുകൾ ഉണ്ടായിട്ടും കഴിഞ്ഞ 2 ദശകങ്ങളിൽ അതിന്റെ അന്തർദേശീയ പ്രസക്തി നിലനിർത്തുന്നതിനുള്ള ഒരു പാത രൂപപ്പെടുത്തിയിരുന്നു. റഷ്യയുടെ വലിയ വലിപ്പവും വിഭവസമ്പത്തും ആണവായുധ ശേഖരവുമായിരുന്നു ഈ പാതയുടെ പ്രധാന കാതൽ. ഉക്രൈൻ അധിനിവേശം റഷ്യയുടെ അന്താരാഷ്ട്ര സ്വാധീനം നഷ്ടപ്പെടുത്താൻ ഒരുങ്ങുന്നതായി കരുതപ്പെടുന്നു. പ്രാരംഭ ആക്രമണത്തിന്റെ പരാജയവും അതിനെ തുടർന്നുണ്ടായ ക്രൂരമായ യുദ്ധവും റഷ്യയുടെ ബലഹീനതയെ ഉയർത്തിക്കാട്ടുകയും ജനസംഖ്യയും സമ്പദ് വ്യവസ്ഥയും ഭയാനകമായ നാശത്തിന് വിധേയമാക്കുകയും ചെയ്തു. എന്നിരുന്നാലും റഷ്യയുടെ ചില നേട്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അഗാധമായ പ്രകൃതി വിഭവശേഷിയുള്ള റഷ്യ വളരെ വലിയൊരു രാജ്യം കൂടിയാണ്. സമ്പന്നമായ അറ്റ്ലാന്റിക് ശക്തികളിൽ നിന്നും വലിയ ഇടപെടലുകളില്ലാതെ ഉക്രൈനുമായുള്ള യുദ്ധം നടത്താൻ റഷ്യ അനുവദിച്ച ധാരാളം ആണവായുധങ്ങളും പരമ്പരാഗത ആയുധങ്ങളും റഷ്യ നിലനിർത്തുന്നു. അതിനാൽ തന്നെ റഷ്യ ആഗോള സെൻട്രൽ സ്റ്റേജിൽ നിന്നും കടന്നു പോകുന്നത് അത്ര എളുപ്പമല്ല എന്ന് കരുതപ്പെടുന്നു. നാലാമതായി ജപ്പാൻ. ജപ്പാൻ നിലവിൽ ലോകശക്തികളുടെ ഉയർന്ന റാങ്കിനടുത്ത് സ്വയം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലമായി ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായ ജപ്പാൻ യുദ്ധാനന്തര ജിയോ സ്ട്രാറ്റജിക് പ്രശ്നങ്ങളിൽ നിന്നും കരകയറിയിരുന്നു. ഉയർന്ന കടവും സ്ക്ലെറോട്ടിക് സാമ്പത്തിക വളർച്ചയും ബാധിച്ചിട്ടുണ്ടെങ്കിലും ജപ്പാൻ ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ച രാജ്യങ്ങളിൽ ഒന്നായി തുടർന്നു പോരുന്നു. ജപ്പാൻ അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നൂതനമായ വശങ്ങളെ അതിന്റെ പ്രതിരോധ വ്യാവസായിക അടിത്തറയുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നു. അമേരിക്ക ജപ്പാൻ സഖ്യം ജപ്പാനീസ് സുരക്ഷ ഉറപ്പാക്കുകയും പസഫിക്കിൽ അമേരിക്കൻ സ്ഥാനം നങ്കൂരമിടുകയും ചെയ്യുന്നു. ജപ്പാൻ യൂറോപ്പുമായി നിർണായകമായ സാമ്പത്തിക സാങ്കേതിക ബന്ധങ്ങൾ നിലനിർത്തുന്നു.
1930കളിലും 40കളിലും ഉണ്ടായിരുന്ന ജപ്പാന്റെ സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ ദുരിതമനുഭവിച്ച അയൽവാസികളെ ഭയപ്പെടുത്തുന്ന പുതിയ തന്ത്രപരമായ നിലപാടുകൾ കൂടിയെത്തിയതോടെ ജപ്പാന്റെ അയൽക്കാരുമായുള്ള ബന്ധം അത്ര നല്ലതല്ല. ജപ്പാന്റെ അന്തർവാഹിനി സേന ഭൂമിയിലെ ഏറ്റവും മികച്ച ഒന്നായി കണക്കാക്കി പോരുന്നു. എന്നാലും ചൈനയും ദക്ഷിണ കൊറിയയും പോലുള്ള എതിരാളികളുമായി മികച്ച ബന്ധമില്ലാത്തതിനാൽ ഏഷ്യ പസഫിക്കിലുടനീളം ജപ്പാൻ നിർണായകമായ സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തുന്നു. ഈ ലിസ്റ്റിലെ മറ്റ് മിക്ക രാജ്യങ്ങളിലെയും പോലെ ജപ്പാനിലും കടുത്ത ജനസംഖ്യാപരമായ പ്രശ്നമുണ്ടെങ്കിലും വടക്ക് കിഴക്കൻ ഏഷ്യയിലെ ജപ്പാന്റെ ശക്തി എന്നത് ഒഴിവാക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അഞ്ചാമതായി ഇന്ത്യ. ആരോഗ്യപരമായ ജനസംഖ്യാപരമായ അടിത്തറയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഒരു വലിയ ശക്തിയായി കാലുറപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിലവിൽ ഈ പട്ടികയിലെ ഏതൊരു രാജ്യത്തെക്കാളും ഉയർന്ന നിരക്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ താരതമ്യേന തുറന്ന രാഷ്ട്രീയ സംവിധാനം ആഗോള സമ്പദ് വ്യവസ്ഥയുമായി ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നൂതന സാങ്കേതിക സംവിധാനങ്ങൾക്കൊരു വീട് നൽകാൻ അതിനെ അനുവദിക്കുന്നു. സൈനിക ശക്തിയിൽ ഇന്ത്യ ചൈനയ്ക്ക് അല്പം പിന്നിലാണെങ്കിലും ബ്രിട്ടൻ, ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ എന്നിവയുമായി ശക്തമായ ബന്ധങ്ങൾ നിലനിർത്തുന്നത് ഇന്ത്യക്ക് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകളിലേക്ക് പ്രവേശനം നൽകുന്നു. ഇന്ത്യയുടെ ആണവായുധ പദ്ധതികൾ ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ച പദ്ധതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഒരേ സമയം 2 അതിർത്തികളിൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഇന്ത്യൻ സൈനിക കഴിവുകളും ലോകപ്രസിദ്ധമാണ്. ആറാമതായി ഫ്രാൻസ്. റഷ്യയുമായി താരതമ്യപ്പെടുത്താവുന്ന അന്താരാഷ്ട്ര അന്തസ്സ് നിലനിർത്താനുള്ള ദേശീയ പ്രതിബദ്ധതയോടെ ഫ്രഞ്ച് നേതൃത്വം ലോകവേദിയിലെ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ നടത്തിപ്പോരുന്നു. ഫ്രാൻസിന്റെ ജനസംഖ്യാപരമായ സ്ഥാനം അതിന്റെ എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേവല കാഴ്ചപ്പാടിൽ നിന്നും മികച്ചതല്ല എന്നതും ശ്രദ്ധേയമാണ്. ഫ്രഞ്ച് രാഷ്ട്രീയം എന്നത്തെയും പോലെ ക്ലാസിക്കായി തുടരുന്നുവെങ്കിലും മതത്തെയും കുടിയേറ്റത്തെയും കുറിച്ചുള്ള പിരിമുറുക്കങ്ങൾ ഈ രംഗത്ത് ആധിപത്യം സ്ഥാപിക്കുന്നുവെന്ന പോരായ്മയും നിലവിലുണ്ട്. എന്നിരുന്നാലും ചില തരത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് ഒരു നൂറ്റാണ്ടായി അനുഭവിച്ച ഏറ്റവും ശക്തമായ നിലയിലാണ് നിലവിൽ. ബ്രെക്സിറ്റിനൊപ്പം ഫ്രാൻസ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ചാലകശക്തി കൂടിയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം റഷ്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കിയതിനാൽ ആ വിടവ് നികത്താൻ ഫ്രാൻസ് ശ്രമിച്ചു പോരുന്നു. ഫ്രാൻസിന് ഇപ്പോഴും ആണവായുധങ്ങളുണ്ട് എന്നത് കൂടാതെ അവർക്കിപ്പോഴും പരിവേഷണ സൈനിക ശേഷിയുമുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറമെ ഫ്രാൻസിന് ഇപ്പോഴും രഹസ്യാന്വേഷണ ശേഖരണവും സമന്വയശേഷിയുമുണ്ട് എന്നതും ഫ്രാൻസിനെ വ്യത്യസ്തനാക്കി മാറ്റുന്നു. അവസാനമായി ലോകമെമ്പാടുമുള്ള ശക്തമായ കയറ്റുമതി ബന്ധങ്ങൾ ഉൾപ്പെടെ ഫ്രാൻസിന് ഇപ്പോഴും ശക്തമായ ഒരു പ്രതിരോധ വ്യവസായ അടിത്തറയുണ്ട്. ഫ്രാൻസ് റഷ്യയെപ്പോലെ പ്രതിരോധ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ വാതിലടയ്ക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നത് ഫ്രാൻസിനെ മറ്റൊരു റഷ്യയാക്കി മാറ്റുന്നു. ഏഴാമതായി യുണൈറ്റഡ് കിങ്ഡം. ബ്രിട്ടീഷ് സൈന്യം സാങ്കേതികമായി പുരോഗമിക്കുകയും ഇപ്പോഴും ശക്തമാണെങ്കിലും ഒരു ദശാബ്ദക്കാലത്തെ ധനപ്രതിസന്ധിയിൽ നിന്നും കഷ്ടപ്പെടുകയും ഈ പ്രതിസന്ധി ഇതുവരെയും പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും യുണൈറ്റഡ് കിങ്ഡം ഏകദേശം 3 നൂറ്റാണ്ടുകളിലായി നിലനിർത്തിയിരുന്ന പ്രാഥമികതയുടെ ഒരു പരിധി നിലനിർത്തുന്നു. ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ നിരാശാജനകമായിരിക്കാമെങ്കിലും രാജ്യം ദുർബലമല്ലാതായത് യുണൈറ്റഡ് കിങ്ഡം ഒരു ശക്തമായ രാജ്യമാണ് നിലവിലും. ബ്രിട്ടീഷ് പ്രതിരോധ വ്യവസായം ശക്തമായി തുടരുന്നു എന്നതുകൂടാതെ യുണൈറ്റഡ് കിങ്ഡം എതിരാളികളേക്കാൾ കൂടുതൽ സാമ്പത്തികം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി വിനിയോഗിക്കുന്നത് തുടർന്നു പോരുന്നു. പക്ഷപാതപരമായ രാഷ്ട്രീയ കലഹങ്ങളുടെ സമയത്തും UK യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സൗഹൃദം നിലനിർത്തുന്നതിനോടൊപ്പം ഫ്രാൻസുമായും UK ശക്തമായ രാഷ്ട്രീയ ബന്ധമുണ്ട്. അവസാനമായി ഫ്രാൻസിനെ പോലെയുള്ള ബ്രിട്ടീഷ് ആണവായുധ ശേഖരം അതിന്റെ ഏറ്റവും അടുത്ത എതിരാളികളെ പോലും UK കൂടുതൽ അകലം പാലിക്കുന്നതിനായി സഹായിച്ചു പോരുന്നു. എട്ടാമതായി ദക്ഷിണ കൊറിയ. ഈ പട്ടികയിലെ 8ാം സ്ഥാനത്തേക്ക് പല രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യ, തുർക്കി, ബ്രസീൽ, ജർമ്മനി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലേക്ക് പോകാമെങ്കിലും റിപ്പബ്ലിക് ഓഫ് കൊറിയയ്ക്ക് ഈ വർഷം അംഗീകാരം ലഭിക്കുന്നു. കാരണം ആഗോള സുരക്ഷയ്ക്ക് നിർണായകമായ നിരവധി മേഖലകളിൽ ഈ രാജ്യം ഇപ്പോൾ ഒരു പ്രധാന കളിക്കാരനായി മാറിയിരിക്കുന്നു. ദക്ഷിണ കൊറിയ അതിന്റെ വ്യവസായങ്ങളെ അതിന്റെ വലിയ അയൽക്കാരുമായും അമേരിക്കയുമായും സംയോജിപ്പിച്ച് നൂതനവും വിജയകരവുമായ ഒരു സമ്പദ് വ്യവസ്ഥ നിർമ്മിച്ചു. പരിവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള ഒരു വലിയ സൈന്യത്തെ ഇത് നിർമ്മിക്കുന്നു എന്നത് കൂടാതെ ഒരു വലിയ യുദ്ധം നടത്തുന്നതിനുള്ള അടിസ്ഥാന ലോജിസ്റ്റിക്കൽ ആവശ്യകതകൾ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു പ്രതിരോധ വ്യവസായ അടിത്തറ ഇപ്പോഴും ഈ രാജ്യത്തിനുണ്ട്. ജപ്പാനിൽ നിന്നും വ്യത്യസ്തമായി ദക്ഷിണ കൊറിയ ഒരു സുപ്രധാന ആയുധ കയറ്റുമതിക്കാരനായി സ്വയം നിലയുറപ്പിക്കുകയും അമേരിക്ക, യൂറോപ്പ് എന്നിവയുമായുള്ള വിപണിയിൽ മത്സരിക്കുകയും ചെയ്തു പോരുന്നു. അവസാനമായി ദക്ഷിണ കൊറിയ ഒരുപക്ഷെ വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ ആണവ ക്ലബിൽ ചേരാൻ സാധ്യതയുള്ള ഒരു രാജ്യമായി കണക്കാക്കപ്പെടുന്നു. ചുരുക്കത്തിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയ ഒരു വളർന്നു വരുന്ന ശക്തിയാണ് എന്നത് കൂടാതെ ആഗോള സുരക്ഷയിലും സാമ്പത്തിക കാര്യങ്ങളിലും ഈ രാജ്യത്തിന്റെ നീക്കങ്ങൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഈ പട്ടികയിലെ മറ്റെല്ലാ രാജ്യങ്ങളും ഈ സ്ഥാനം നിലനിർത്തി പോന്നിരുന്നതാണെങ്കിലും ഇന്ത്യയുടെയും ദക്ഷിണ കൊറിയയുടെയും ഈ പട്ടികയിലേക്കുള്ള വരവ് ഞെട്ടിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പ് അഭിനന്ദനാർഹം തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.